നമസ്കാരം. ഇന്നത്തെ യാത്ര ഒരു വ്യത്യസ്തമായൊരു യാത്രയാണ്. കാരണം ഓണക്കാലമാണ്. നമുക്കറിയാം, കേരളത്തിലെ പോലെ തന്നെ ബാംഗ്ലൂരിലും ഓണാഘോഷങ്ങളൊക്കെ ഞങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്താറുണ്ട്. അപ്പോൾ ഓണം എല്ലാവർക്കും ഒരുപോലാണുള്ളത് അല്ലേ? ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് നമ്മൾ എത്ര പേര് തിരക്കാറുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് അതിതിരക്കുള്ള ഒരു യാത്രയിലാണ്. ആ യാത്രയുടെ ഒരു കാഴ്ചകൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. എന്നെ കാത്ത് പ്രകാശ് നിൽക്കുന്നുണ്ട്. ആദ്യം പോയി പ്രകാശിനെ പിക്ക് ചെയ്യണം. അവിടുന്ന് ഞങ്ങൾ പീനിയ സെക്കൻഡ് സ്റ്റേജിലെത്തി. അവിടെ രമേശ് സാറും എല്ലാവരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് പ്രകാശിനെ പിക്ക് ചെയ്തിട്ട് പോവാം. പ്രകാശ് അവിടെ കാത്തു നിൽപ്പുണ്ട്. കുറേ സമയമായെന്ന് തോന്നുന്നു പുള്ളി എത്തിയിട്ട്. അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽപ്പുണ്ട്. നമസ്കാരം. ഞങ്ങള് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്നൊരു പ്രത്യേക കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. ഇല്ല സാറേ? തീർച്ചയായിട്ടും നമുക്കിത് കാണാം, വഴിയെ കാണാം എന്താണ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ഓണത്തിന് എന്താ സാറേ പറയാനുള്ളത്? ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ കേരളീയരുടെ, പ്രത്യേകിച്ച് എല്ലാ മലയാളികളുടെയും ദേശീയോത്സവം തന്നെ പറയാം. അതിനെപ്പറ്റി സന്തോഷത്തോടും സമ്പദ് സമൃദ്ധിയോടും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു, എല്ലാവരും ആഘോഷിക്കും. നമ്മുടെ ആഗ്രഹത്തില്ല. അതാണ്. ഇല്ലേ? ഓക്കെ, അപ്പം നമുക്കിനിയും ഇനി കുറച്ച് പേരുടെ ജോയിൻ ചെയ്യാനുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. നമ്മുടെ രമേശ് കുമാർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ. അർഹതപ്പെട്ടവർക്ക് കുറച്ച് ഓണക്കിറ്റുകൾ നൽകിയിട്ട് ഒരു സഹായം ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഓണം ആഘോഷിക്കുന്ന മാതിരി അവരും സന്തോഷമായി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ കിറ്റ് കൊടുക്കും.